ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ടോട്ടലി 4 വാക്കൻസീസ് ആണ്. ഈ 4 വാക്കൻസീസും കൊച്ചി ഇൻഫോ പാർക്കിലും തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഹയർ ചെയ്യുന്നത്. ഈ 4 വാക്കൻസീസും നോൺ കോഡിംഗ് ജോബ്സ് ആണ്. അതായത് കോഡിങ്ങിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ജോബ് റോൾസ് ആണ്. നിങ്ങൾ കോളേജ് കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, എയർ കോളർ, പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ജോബ് റോൾസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹൈസ്കൂൾ ഡിപ്ലോമ തൊട്ട് എനി ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ മാത്രം മതി എന്നാണ് ഇവിടുത്തെ കണ്ടീഷൻസ്. സോ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. മാത്രമല്ല, ഇതും ഫ്രഷേഴ്സിന് വേണ്ടി മാത്രം ഹയർ ചെയ്യുന്ന ഒരു ജോബ് റോളാണ്. ഞാൻ ടൈം ഒട്ടും കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ജൂനിയർ ഇൻഷുറൻസ് ക്ലെയിം അസിസ്റ്റൻസ് ആണ്. ഹയർ ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞിട്ട് കെയർ റവന്യൂ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാനിപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. കമ്പനിയുടെ വെബ്സൈറ്റിൽ നമുക്കിവിടെ കരിയർ പേജിലോട്ട് പോകാം. ഞാനിപ്പോൾ കരിയർ പേജിലാണ് നിൽക്കുന്നത് തൽക്കാലം. ഇവിടെ നിന്ന് നമുക്ക് ഈ കമ്പനി ഹയർ ചെയ്യുന്ന ജോബ് റോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു കമ്പനി ഒന്നിലധികം ജോബ് റോൾസ് ഹയർ ചെയ്യുന്നുണ്ട്. മാക്സിമം ജോബ് റോൾസും ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് ഹയർ ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജൂനിയർ ഇൻഷുറൻസ് ക്ലെയിം സ്പെഷ്യലിസ്റ്റ്, പേയ്മെൻറ്റ് പോസ്റ്റിംഗ്, പിന്നെ ജൂനിയർ ഇൻഷുറൻസ് ക്ലെയിം സ്പെഷ്യലിസ്റ്റിൽ അക്കൗണ്ട് റിസീവബിൾ. അത് മാത്രമല്ല, ജൂനിയർ ഇൻഷുറൻസ് ക്ലെയിം സ്പെഷ്യലിസ്റ്റിന് 4 സ്പെസിഫിക് വാക്കൻസീസ് ഇവിടെ ഹയർ ചെയ്യുന്നുണ്ട്. 4ഉം ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ ജൂനിയർ HR ബിസിനസ് പാർട്ട്ണറെ ഹയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് വന്നിട്ട് നിങ്ങളുടെ ജോബ് റോളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം പോകുന്നത് ജൂനിയർ ഇൻഷുറൻസ് ക്ലെയിം സ്പെഷ്യലിസ്റ്റിലാണ്. ഇവിടെ പറയുന്നുണ്ട് മിനിമം റിക്വയർമെൻറ്റ്സ് 0 years ആണ്. അതായത് ഇവിടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിവിടെ റെസ്പോൺസിബിലിറ്റീസ് വായിച്ച് നോക്കാം. ഗെറ്റിംഗ് ട്രെയിൻഡ് ആൻഡ് ലേണിംഗ് ഓൺ US ഹെൽത്ത് കെയർ, US ഡെൻ്റൽ ഇൻഡസ്ട്രി ആൻഡ് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് ഫോർ US ഹെൽത്ത് കെയർ. Then creation and submission of healthcare insurance claims. Initiate and conduct follow-up via proficient use of claims handling system or other related system. Perform data entry in order to create and verify claim information. Maintain accurate logs detailing documentation. Submit additional claims information upon request. Escalate complaints in a timely manner. Maintains team collaboration. ഇതൊരു US ഹെൽത്ത് കെയറിലായിട്ട് ജോബ് റോളാണ്. സോ നിങ്ങൾക്ക് ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് നന്നായി വായിച്ച് നോക്കാം. ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുക, നമ്മുടെ CV ആഡ് ചെയ്യാൻ നോക്കുക. ഷിഫ്റ്റും പറഞ്ഞിട്ടുണ്ട് 4 PM to 1 AM ആണ്. US ഷിഫ്റ്റിംഗ് ആണ്. മാത്രമല്ല, പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നുണ്ട് 0 to 3 years ഓഫ് എക്സ്പീരിയൻസ് മതി എന്ന് പറയുന്നത്. അത് ഫ്രഷാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതായത് MS എക്സലോ, MS വേർഡോ, MS PPT ഇങ്ങനെ പറയുന്ന MS ഓഫീസിലുള്ള എന്തെങ്കിലും ഒരു ടൂൾസ് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തൊരു CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ മേലോട്ട് വന്നിട്ട് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെയും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇമെയിലിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ജോബ് എന്ന് പറയുന്നത് ജൂനിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ഹയർ ചെയ്യുന്ന കമ്പനി ബിലാഗോസ് സോഫ്റ്റ്വെയർസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കാം. ദിസ് ഈസ് ആൻ എൻട്രി ലെവൽ പൊസിഷൻ ഇൻറ്റൻഡ് ടു ഹാൻഡിൽ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻ ഇൻ സെമൻ സോഫ്റ്റ്വെയർ. അതായത് ഒരു എൻട്രി ലെവൽ പൊസിഷനാണ്. Then primary responsibility of the operator is to correct the text which was wrongly read by the machine. Highest preference goes to the people with accounting background. അതിനുശേഷം നമ്മൾ പ്രിഫേർഡ് സ്കിൽസിലോട്ട് വരിക. പ്രിഫേർഡ് സ്കിൽസിൽ അവർ 5 പോയിൻറ്റ്സ് പറയുന്നുള്ളൂ. നീഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്. നീഡ് ബേസിക് നോളേജ് ഓഫ് ബില്ലിംഗ് ടേംസ് ആൻഡ് സിസ്റ്റം. ക്വാളിഫിക്കേഷൻ പറയുന്നത് എനി ഡിഗ്രി ഓർ ഡിപ്ലോമ, ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, ഏത് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഡിപ്ലോമ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ഓർ കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. ആക്ച്വലി ലുക്കിംഗ് ഫോർ മെയിൽ കാൻഡിഡേറ്റ് ഇൻ ട്രിവാൻഡ്രം. മെയിൽ കാൻഡിഡേറ്റാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രിഫേർഡ് സ്കിൽസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവാതെ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ CV ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നിന്ന് പ്രിപ്പയറിന് ശേഷം ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വോയിസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ്. ഹയർ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് വർക്ക്സ് ആൻഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ പറയുന്നുണ്ട് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് എലിജിബിലിറ്റി. ഇൻഫോ പാർക്കിലായിരിക്കും വർക്ക് ലൊക്കേഷൻ. മാത്രമല്ല, ഇത് റിമോട്ട് ഓപ്ഷൻ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട്.
ദെൻ ജോബ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീഡ് ടു ഇൻട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, അഡ്രസ് ദെയർ കൺസേൺ, provide answers to their inquiries, need to handle customer phone calls and emails, maintain a positive, empathetic and professional attitude when interacting with customers, respond promptly to customer inquiries, communicate with customers through various channels, acknowledge and resolve customer complaints, ensure customer satisfaction and deliver professional customer support. അതായത് ഇവിടെ വോയിസ് സപ്പോർട്ട് ബേസിക്കലി ഒരു കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് കിട്ടാവുന്ന ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യുക, അതിനുശേഷം സി വിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ എക്സലൻറ്റ് റിട്ടേൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്, ഫെമിലിയാരിറ്റി വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്, ability to remain calm in stressful customer situation, strong documentation skill, strong problem solving skill, ability to multitask, proactive approach to provide support, experience in customer support is a plus, willingness to work night shift. സോ ഇത്ര മാത്രം റിക്വയർമെൻറ്റ്സും പറഞ്ഞിട്ടുള്ളത്. സോ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള വരുന്ന റിക്വയർമെൻറ്റ്സ് ആണ്. സോ നിങ്ങൾക്കിതെല്ലാം നിങ്ങളുടെ സി വിയിൽ ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ഡിഗ്രി ഓർ ഇക്വലൻറ്റ്, ഗ്രാജുവേറ്റ് ഫ്രം എനി ഫീൽഡ് ആർ വെൽക്കം ടു അപ്ലൈ. നിങ്ങൾ ഇവിടുന്ന് കിട്ടാവുന്ന കീവേഡ്സ് യൂസ് ചെയ്തൊരു സി വി പ്രിപ്പയർ ചെയ്യുക. ആ സി വി ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് എയർ കോളിംഗ് ആണ്, എയർ കോളറാണ്. ഇത് ഞാൻ ഫസ്റ്റ് ആദ്യം പറഞ്ഞ കമ്പനി തന്നെയായിരുന്നു, കെയർ റവന്യൂ എന്ന് പറഞ്ഞ കമ്പനി. ഞാൻ ആ കമ്പനിയുടെ ജോബ് കരിയർ പേജിലാണ് നിൽക്കുന്നത് ഇപ്പോൾ തൽക്കാലം. ഞാൻ എയർ കോളറിലോട്ടാണ് പോകുന്നത്. അത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ജൂനിയർ ഇൻഷുറൻസ് ക്ലെയിം സ്പെഷ്യലിസ്റ്റ് അക്കൗണ്ട് റിസീവബിൾ AR. ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ പറയുന്നുണ്ട് മിനിമം എക്സ്പീരിയൻസ് എന്നിട്ട് 0 years ആണ്. സോ ഫ്രഷ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ സ്കിൽസിൽ പറയുന്നുണ്ട് ഇവിടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ആക്സെൻറ്റ് വേണം, ലിസണിങ് സ്കിൽസ്, ഫ്ലുവൻസി, വില്ലിംഗ്നെസ് ടു വർക്ക് ഫോർ നൈറ്റ് ഷിഫ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വോയിസ് പ്രോസസ്, എയർ കോളിംഗ്, അനലിറ്റിക്കൽ സ്കിൽ. ഇതൊക്കെയാണ് ഇവിടെ ബേസിക് സ്കിൽസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. റെസ്പോൺസിബിലിറ്റിയോട് വരുമ്പോൾ റെസ്പോൺസിബിൾ ഫോർ കോളിംഗ് ഇൻഷുറൻസ് കമ്പനീസ് ഇൻ US, പെർഫോം പ്രീ കോൾ അനാലിസിസ്, review provider claims that have not been paid by insurance companies, assess and resolve inquiries, perform analysis of account receivable. Then സ്കിൽസോട് വരുമ്പോൾ 0 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ എയർ കോളിംഗ് എന്ന് പറയുന്നുണ്ട്. എക്സലൻറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വേണം. ഷുഡ് ഹാവ് ആൻ ഐ ടു ഡീറ്റെയിൽ ഫോർ പാഷനറ്റ് അബൌട്ട് ലേണിംഗ്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഏബിൾ ടു വർക്ക് വിത്ത് ഹൈ വോളിയൂം ഓഫ് വർക്ക് ഫയൽഡ്, പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, ഗ്രാജുവേഷൻ ഓർ ഡിപ്ലോമ ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ പ്രിഫേർഡ്. ഇനി ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിപ്ലോമ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഷുഡ് ബി റെഡി ടു വർക്ക് ഇൻ ദ ഷിഫ്റ്റ് ടൈമിംഗ് 4 PM to 1 AM. വൈകുന്നേരം 4 മണി ടു 1 മണി വരെയാണ് നിങ്ങളുടെ വർക്കിംഗ് ഷിഫ്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ ഒരു ഇമെയിൽ ഐഡിയിലിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേഷൻ ഓർ ഡിപ്ലോമ ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ പ്രിഫേർഡ്. ഇനി ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിപ്ലോമ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഷുഡ് ബി റെഡി ടു വർക്ക് ഇൻ ദ ഷിഫ്റ്റ് ടൈമിംഗ് 4 PM to 1 AM. വൈകുന്നേരം 4 മണി ടു
1 മണി വരെയാണ് നിങ്ങളുടെ വർക്കിംഗ് ഷിഫ്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.